മുതലക്കോടൻ ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നോവലിസ്റ്റ് പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി വാർഷിക അനുസ്മരണവും 25ാമത് വീട്ടുമുറ്റ പുസ്തക ചർച്ചയും നടത്തി. കുമാരമംഗലത്ത് നടത്തിയ പരിപാടി പ്രശസ്ത കവി കളത്ര ഗോപൻ ഉദ്ഘാടനം ചെയ്തു. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് നോവലിസ്റ്റ് പാറപ്പുറത്തിന്റെ ജന്മശതാബ്ദി വാർഷിക അനുസ്മരണവും 25ാമത് വീട്ടുമുറ്റ പുസ്തക ചർച്ചയും കുമാരമംഗലത്ത് നടത്തിയത്. അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ടിന്റെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത കവി കളത്ര ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തെ ശരിക്കും പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്നാണ്, സത്യാനന്തര കാലം എന്നാണ് അതിന് പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സത്യമാണോ സത്യയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. മിഥ്യയും സത്യവും ഇതെല്ലാം കൂടി കുഴഞ്ഞു കിടക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആശയക്കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയാണ്. അതായത് ഇപ്പം വേണമെങ്കിൽ നമുക്കൊരു കള്ളം, ഒരു മിഥ്യയായിട്ടുള്ളൊരു സാധനത്തെ നമുക്ക് സത്യമായിട്ട് അവതരിപ്പിച്ച് അത് നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ അതിനെ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അത് നമുക്ക് ഈ അല്പം ആഴത്തിൽ സാമൂഹികമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തൊട്ട അയൽപക്കങ്ങളിൽ തന്നെ ഇതെല്ലാം കാണാൻ പറ്റും. സ്ത്രീകളും കുട്ടികളും അടക്കം 100ഓളം ആളുകൾ പങ്കെടുത്ത വീട്ടുമുറ്റം വായനയുടെ അറിവിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ വേദിയാവുകയായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പാറപ്പുറത്തിന്റെ അരനാഴിക നേരം എന്ന പുസ്തക അനുസ്മരണ പ്രഭാഷണത്തിലൂടെ ബാബു പള്ളിപ്പാട്ട് അവതരിപ്പിച്ചു. തൊടുപുഴ ഡയറ്റ് സ്കൂൾ ലെക്ചറർ TB അജീഷ് കുമാർ, ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, സെക്രട്ടറി PV സജീവ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. അഭീന്ദ്രൻ ബാബു സ്വാഗതവും AP കാസിൻ കൃതജ്ഞതയും പറഞ്ഞു. മീഡിയ ടുഡേ ന്യൂസ്, കുമാരമംഗലം. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.